വാതരോഗവും മുടി കൊഴിച്ചിലും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ 2 തരത്തിലുള്ള സിംറ്റം വരാം. ഒന്ന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണം മുടി കൊഴിച്ചിൽ വരാം. എസ്പെഷ്യലി SLE പോലെയുള്ള അസുഖങ്ങളിൽ, ലൂപ്പസ് പോലെയുള്ള അസുഖങ്ങളിൽ മുടി കൊഴിച്ചിൽ രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് വരാം. അല്ലെങ്കിൽ നല്ല രീതിയിൽ സിവിയറായിട്ട് ആർത്രൈറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ ഡെർമറ്റോമയോസൈറ്റിസ്, അങ്ങനെയുള്ള വാതരോഗങ്ങളുടെ കാരണമായിട്ട് മുടി കൊഴിച്ചിലുണ്ടാകും. അത് മുടി കൊഴിച്ചിൽ ഡിഫ്യൂസ് ആയിട്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിലായിരിക്കും. അവർക്ക് മുടി നന്നായിട്ട് കൊഴിയുന്ന തരത്തിൽ വരാം. അതാണ് കോമൺ ആയിട്ട് കാണുന്ന ഒരു ലക്ഷണം. അതായത് ആർത്രൈറ്റിസ് വരുന്നു, സന്ധികൾ വേദന ഉണ്ടാകുന്നു, പനി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ SLEയുടെ ബാക്കി ലക്ഷണങ്ങളുണ്ട്, അതിൻ്റെ കൂടെ മുടി കൊഴിച്ചിലൂടെ ഉണ്ടാകുന്നു. ആ മുടി കൊഴിച്ചിൽ പലപ്പോഴും അസുഖം ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുടി തിരിച്ച് വളർന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. വേറൊരു മുടി കൊഴിച്ചിലിൻ്റെ കാരണമെന്ന് പറയുന്നത് മരുന്നുകളാണ്. പലപ്പോഴും ആർത്രൈറ്റിസിന് യൂസ് ചെയ്യുന്ന മരുന്നുകൾ മെതോട്രെക്സേറ്റ് പോലെയുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാകും. മൈക്കോഫെൻലേറ്റ് പോലെയുള്ള മരുന്നുകൾ, അസ്വാത്തയോപ്രിൻ എന്ന് പറഞ്ഞ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാകാം. അല്ലെങ്കിൽ സൈക്ലോഫോസ്ഫേറ്റ് എന്ന ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാലും മുടി കൊഴിച്ചിലുണ്ടാകാം. അപ്പോൾ അങ്ങനെ മരുന്നുകൾ എടുത്തുകൊണ്ട് മുടി കൊഴിയുന്നു. അപ്പോൾ നമ്മൾ സാധാരണ പേഷ്യൻറ്റോട് പറയുന്നത് അതാണ് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. വാതരോഗത്തിന് വരുമ്പോൾ കുറച്ചുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ നമ്മൾ ചികിത്സിച്ച് കഴിയുമ്പോൾ കുറയും. പക്ഷേ ഈ മരുന്നുകൾ കൊണ്ടുള്ള മുടി കൊഴിച്ചിൽ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുടി കൂടുതൽ കൊഴിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ പേഷ്യൻറ്റോട് പറയുന്നത് വളരെ സിമ്പിളാണ്. മൊത്തം മുടിയൊന്നും കൊഴിഞ്ഞു പോയില്ല, ചെറിയ രീതിയിൽ മുടിയുടെ ഉള്ളു കുറയും, ഡെഫിനറ്റ്ലി ഉള്ളു കുറയും. ലേഡീസിനാണല്ലോ ഇത് കൂടുതൽ കൺസേണിങ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു അസുഖത്തിനെ ചികിത്സിക്കുമ്പോൾ പ്രൈമറി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് എന്തിനാണ്? അസുഖം കൺട്രോൾ ചെയ്യുന്നതിനാണ്. കാരണം മെതോട്രെക്സേറ്റ് നമ്മൾ കൊടുക്കുന്നു. മെതോട്രെക്സേറ്റ് കഴിച്ചില്ലേ എന്ത് പറ്റും? നമ്മുടെ സന്ധികൾ വിരൽ വളഞ്ഞു പോകും, സന്ധികൾക്ക് തേയ്മാനം ഉണ്ടാകും, ആന്തരിക അവയവങ്ങൾക്ക് ബാധിക്കും, അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് കൂടും, ലങ്സിനെ ബാധിക്കും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ ഈ മെതോട്രെക്സേറ്റ് കൊടുക്കുമ്പോൾ അസുഖം കൺട്രോൾ ആകും. അസുഖം കൺട്രോൾ ആകുമ്പോൾ ഉള്ളൊരു ചെറിയ പ്രശ്നമാണ് മുടി കൊഴിയുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മെതോട്രെക്സേറ്റ് അസുഖം കൺട്രോൾ ആയിക്കഴിഞ്ഞ് മെതോട്രെക്സേറ്റ് ഡോസ് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ മുടി പഴയ രീതിയിൽ വളർന്നു വരും. ആളുകളുടെ പേടി എന്താ? ഈ മെതോട്രെക്സേറ്റ് കഴിക്കുമ്പോൾ മുടി കൊഴിയുന്നു, 4-5 മാസം കഴിഞ്ഞ് മുടി കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ ഡോക്ടറെ എനിക്ക് മുട്ടയാകുമോ? ഒരിക്കലും മുട്ടയാകില്ല. കുറച്ച് രീതി മുടി കൊഴിയും, അത് കഴിഞ്ഞ് പിന്നെ അത് സ്റ്റേബിൾ ആകും. അത് മാത്രമല്ല, ഡോസ് കുറച്ച് കഴിയുമ്പോൾ ഈ മുടി പഴയ പോലെ തന്നെ കിഴിച്ച് വരികയും ചെയ്യും. മാത്രമല്ല, റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കുമ്പോൾ ഒരു മുടി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കോസ്മെറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഈ മുടി കൊഴിച്ചിൽ കൊണ്ടുള്ള ഒരു ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ചില ആളുകൾ പറയും, ഡോക്ടറെ എനിക്ക് മുടി കൊഴിയുന്നത് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്നത് പറയുമ്പോൾ നമ്മൾ വേറെ മരുന്നുകളിലേക്ക് മാറ്റും. പക്ഷേ വേറെ മരുന്നുകളിലേക്ക് മാറ്റുമ്പോൾ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ മരുന്നുകളോട് മാറ്റുമ്പോൾ മെതോട്രെക്സേറ്റ് കൊണ്ട് എത്രമാത്രം കൺട്രോൾ കിട്ടിയോ, അസുഖം കൺട്രോൾ ആയിരുന്നോ അതുപോലെ കൺട്രോൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വേറൊരു ഇതിൻ്റെ മിഡിൽ സൊല്യൂഷൻ വെച്ചാൽ മെതോട്രെക്സേറ്റ് കഴിച്ചിട്ട് മുടി വളരാനുള്ള ചില വിറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുത്ത് നമ്മൾ നോക്കും. ചിലർക്ക് അതും ഇത് ഒരു ബഹുഭൂരിഭാഗമാകുമ്പോൾ 80-90% ആളുകൾക്കും ഈ ഒരു സപ്ലിമെൻറ്റും കൊടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പലരും അതുമായിട്ട് യോജിച്ച് ശരി ഡോക്ടറെ ഞാനത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ ചില ആളുകൾ പറയും, ഡോക്ടറെ എനിക്കിത് മുടി കൊഴിച്ചിട്ട് ഭയങ്കര കൺസേൺ ആണ്, എസ്പെഷ്യലി ഒരു ബ്യൂട്ടീഷ്യനാണ്, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു യങ് കുട്ടിയാണ്, അതിന് 6 മാസം ശേഷം കല്യാണമുണ്ട്, മുടി കൊഴിയുന്നത് ഭയങ്കര പ്രശ്നമാണെന്ന്, അവർക്കൊക്കെ നമ്മൾ പലപ്പോഴും മെതോട്രെക്സേറ്റ് മാറ്റിയിട്ട് വേറെ മരുന്നുകളിലേക്ക് മാറ്റാറുമുണ്ട്.